വെറും 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്തുനിന്ന് നമുക്കൊന്ന് പഴനി വരെ പോയാലാ. ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 1.5 മണിക്കൂർ കൊണ്ട് പഴനിക്ക് പോകാൻ പറ്റുമോ, മാളിത് എന്തൊക്കെയാണ് ഈ പറയണേന്ന്. അതെ, നമുക്ക് പോകാം. അതും നമ്മുടെ കേരള പഴനിയില്. ഇത് തൃശ്ശൂരുള്ള പുത്തൂരാണ് കേട്ടാ ഈ അമ്പലം സ്ഥിതി ചെയ്യണത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നട്ടാ ഈ അമ്പലത്തിനെ കുറിച്ച്. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടാ. ഇവിടെ വന്നപ്പോ ശരിക്കും നമ്മ പഴനിയിലെത്തിയ അതേ ഫീൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് പറയാം, ഇത് കേരള പഴനി തന്നെയാണെന്ന്. ഇവിടെയും 239 പടികളുണ്ട് കേട്ടാ. നമ്മ പഴനിയിൽ മല കയറുന്നത് പോലെ തന്നെ നമുക്കിവിടെ മല കയറാം. അതെ, ഇത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടാ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഏട്ടായി ഒരു മുരുകഭക്തനായതുകൊണ്ട് കേരള പഴനിയിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ആള് വേഗം കൊണ്ടുപോയേട്ടാ. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയേട്ടാ. മുകളിൽ എത്തിയ ശേഷം നേരെ തന്നെ തൊഴാനായിട്ടാ പോയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് അമ്പലത്തിൽ എത്തിയന്ന് ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് അമ്പലത്തിൽ ആനൂട്ട് നടക്കിയിരുന്നു കേട്ടാ. കർക്കിടക മാസത്തില് ആദ്യത്തെ ഞായറാഴ്ച ഈ അമ്പലത്തിൽ ആനൂട്ടുണ്ട് കേട്ടാ. അങ്ങനെ ആനൂട്ട് കാണാനും പറ്റി. ആനൂട്ട് നടത്താനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് കാണുന്നവരെയും അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റി. ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോഴും നമുക്കുണ്ടായ ഒരു സന്തോഷമില്ലേ, അതൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടാ. അങ്ങനെ ആനൂട്ടൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിന് പ്രദക്ഷിണം വെക്കാൻ പോയിട്ടാ. അമ്പലത്തിന് പ്രദക്ഷിണം വെക്കാൻ പോയപ്പോഴാണ് വേറൊരു കാഴ്ച ഉണ്ടത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു പുള്ളവും പാട്ട് പാടാൻ വേണ്ടി. ഇപ്പം അങ്ങനെ കാണാറില്ല കേട്ടാ. പക്ഷെ ഈ അമ്പലത്തിൽ പോയപ്പോൾ അങ്ങനെ പുള്ളവും പാട്ട് പാടുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് വേണ്ടി പാട്ടൊക്കെ പാടിച്ചട്ടാ. അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കേട്ടാ തലമുണ്ടനം ചെല്ലി. നമ്മുടെ പഴനിയിലെ പോലെ തന്നെ മൊട്ടയടിക്കാനുള്ള സൗകര്യം എല്ലാം ഈ അമ്പലത്തിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞുമക്കളും അതുപോലെ തന്നെ വലിയവരും എല്ലാവരും ഇവിടെ വന്നിരുന്ന് മൊട്ടയടിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ഇതൊക്കെ കണ്ടപ്പോ ശരിക്കും പഴനിയിലെത്തിയ ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അമ്പലത്തിലൊക്കെ നടന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടം വരെ വന്നിട്ട് ഭഗവാന്റെ ഭക്ഷണം കഴിക്കാതെ പോണത് ശരിയല്ലല്ല. അങ്ങനെ ഞങ്ങളും പോയി അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയേട്ടാ ഭഗവാന്റെ പ്രസാദം. ഈ പ്രസാദം കിട്ടിയപ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നട്ടാ. നന്ദൂസും കിച്ചുമോനും പൊതുവെ പച്ചക്കറി തിന്നാത്തവരാണ്. അവരും വയറ് നിറച്ച് ആഹാരം കഴിച്ച് അവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. ഇഷ്ടപ്പെടാതിരിക്കൂലല്ല, ഭഗവാന്റെ പ്രസാദം അല്ലേ. ദേ ഈ ചേട്ടനാണ് ട്ടാ സതികുമാർ. ഈ ചേട്ടൻ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ട്ടാ. ഈ ചേട്ടനാണ് നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഈ അമ്പലത്തിൽ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണ വന്നോട്ടാ. ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വന്നേക്കണവര് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ദേ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ഇട്ട് നാളെ കാണാം. ടാറ്റാ.